നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെയിൽ ബോൺ പെയിൻ അല്ലെങ്കിൽ കോക്സിഡൈനിയെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വേദനയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ബോണാണ് കോക്സിക്സ്. ആ കോക്സിക്സ് നമ്മളുടെ നട്ടെല്ല് ലംബാർ വെർട്ടിബ്ര കഴിഞ്ഞ് സേക്രം കഴിഞ്ഞ് കോക്സിക്സ് 4-5 വെർട്ടിബ്ര ഉണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തുണ്ടാകുന്ന തരത്തിലുള്ള വേദനയാണ് കോക്സിഡൈനിയ എന്ന് പറയുന്നത്. പൊതുവേ അത് ഒരുപാട് നേരം ഇരിക്കുന്നവർക്ക് എഴുന്നേൽക്കുമ്പോഴുള്ളൊരു വേദന. പ്രസവശേഷം ആണ് സാധാരണ സ്ത്രീകളിൽ ഇത് കണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ ഇടുപ്പ് കുത്തി നിലത്ത് വീണ ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ചതവോ പരിക്കുകളോ കാരണം വേദന വരാറുണ്ട്. മറ്റുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ടും ഈ ഒരു വേദന വരാറുണ്ട്. ഉദാഹരണത്തിന് ആ ഭാഗങ്ങളിലുള്ള നീർക്കെട്ട്, ആ മസിൽസിന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുക, സ്പാസം വരിക, ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് വരിക, ഇൻഫെക്ഷൻ വരിക, അങ്ങനത്തെ ആൾക്കാർക്കും കോക്സിഡൈനിയ കണ്ടുവരാറുണ്ട്. പൊതുവെ ആ ഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പരിക്കിന് ശേഷമായിരിക്കും പ്രായഭേദമന്യേ ഉണ്ടാവാറുള്ളത്. പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന വേദന പൊതുവെ ഒരു നോർമൽ ഡെലിവറിക്ക് ശേഷം ഒരു ലാർജ് ബേബി അല്ലെങ്കിൽ വലിയൊരു വെയിറ്റുള്ളൊരു കുട്ടി താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മസിൽസ് ഉണ്ടാവുന്ന ചെറിയ ഷേപ്പിൻ്റെ വ്യത്യാസങ്ങളും നീർക്കെട്ടും കൊണ്ടും വരാറുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ഒരുപാട് നേരം ഇരിക്കുക, അതായത് ഹാർഡ് സർഫസിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുഷൻ ഇല്ലാതെ മരത്തിൻ്റെ കസേരയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേരയിലോ അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ വേദനയായിട്ട് അനുഭവപ്പെടും. ആ ടെയിൽ ബോണിൻ്റെ ഏറ്റവും അറ്റങ്ങളിലായിരിക്കും വേദന വരിക. ഒരുപാട് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥ, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ഒരു വേദന കാരണം കോൺസ്റ്റിപ്പേഷൻ വരെ വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് യാത്ര ചെയ്ത് തന്നെ ആ ഭാഗങ്ങൾ അതികഠിനമായൊരു വേദന വരുന്നു, ഇരിപ്പ് തന്നെ അവർ ഒഴിവാക്കുന്നു. ഒരുപാട് നേരം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടറിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു കുഷൻ ഉള്ളൊരു സ്ഥലത്ത് മാത്രമേ അവർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് പൊതുവെ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. എന്നാൽ പുരുഷന്മാരിലും പ്രായഭേദമന്യേ കുട്ടികളിലും, അതായത് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. ഇനി എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ? കണ്ടുപിടിക്കുന്നത് പൊതുവെ എക്സ്റേയുടെ സഹായത്തോടു കൂടി ആ ഒരു ജോയിൻ്റ് അല്ലെങ്കിൽ കോക്സിക്സും സേക്രവും തമ്മിലുള്ള ജോയിൻറ്റിൻ്റെ ആക്സസ് എന്തെങ്കിലും മിസ്അലൈൻമെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകളുണ്ടോ, പരിക്കുകളുണ്ടോ, ഫ്രാക്ചർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പൊതുവെ ഒരു പരിക്കിന് ശേഷം വരികയാണെങ്കിൽ തീർച്ചയായും എക്സ്റേയുടെ സഹായം നമുക്ക് വേണ്ടി വരും. ഇനി പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ ഉള്ള മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വേദന വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വയറ് സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിന് പോകാനുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ചോദിക്കണം. ഇനി എക്സ്റേയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നെങ്കിൽ MRI എടുത്ത് നോക്കാം. അതിലും ഈ ഒരു കോക്സിക്സിൻ്റെ ജോയിൻസിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും നീർക്കെട്ടോ അതിൻ്റെ ഫ്രാക്ചറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എങ്ങനെയാണത് ചികിത്സ? പൊതുവെ അത് നമുക്കൊരു 3 ഹെഡിങ് ആയിട്ട് പറയാം. ഫസ്റ്റ് വരുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, പിന്നെ മെഡിസിൻസ്, പിന്നെ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായി +or- ആണ് സർജറി. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പോവാം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ വരുന്നതാണ് ആദ്യം നമ്മളുടെ ഇരിപ്പ്, അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുന്നത് ആ ഒരു ബോണിൻ്റെ മുകളിൽ വേദനയുള്ള ആൾക്കാർക്ക് ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇരിക്കുന്ന, ഇപ്പോൾ കുഷ്യനാണെങ്കിൽ നമ്മൾ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കുഷ്യനോ അല്ലെങ്കിൽ ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള ഒരുപാട് തരത്തിലുള്ള കുഷ്യൻസ് ഇപ്പം ലഭിക്കുന്നതാണ്. ഡോണറ്റ് ഷേപ്പിലുള്ളത് അല്ലെങ്കിൽ ഒരു C ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു കുഷ്യൻ വാങ്ങിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങൾ ഇടുക. പിന്നെ ആ കോക്സിക്സിൻ്റെയും അതിൻ്റെ തൊട്ടുവശങ്ങളിലുള്ള മസിൽസിൻ്റെയും സ്ട്രെങ്ത് കൂടാനുള്ള പെൽവിക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് സഹായത്തോടു കൂടി ആ മസിലിൻ്റെ ബലം കൂട്ടുകയും ആ മസിൽസിനുണ്ടാകുന്ന സ്പാസം കുറച്ച് കൊണ്ടുവരികയും ചെയ്യാം. മെഡിസിൻസിന് ഒരു പരിധിവരെ റോളുണ്ട്. ആ ഭാഗങ്ങളിലുള്ള മസിൽസിൻ്റെ നീർക്കെട്ട് കുറയാനുള്ള മെഡിസിൻസ്, ആ ഒരു ജോയിൻസിൻ്റെ ബലം കൂട്ടാനുള്ള കാര്യങ്ങളും, അതുപോലെ ചെറിയ രീതിയിലുള്ള നെർവ്സിൻ്റെ മെഡിസിനും നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വേദന കൊണ്ടുപോകുന്ന നാഡികളുണ്ട്. സിമ്പത്തറ്റിക് നെർവ്സിൻ്റെ കൂട്ടത്തിൽ ഗാംഗ്ലിയോൺ ഇംപാർ എന്ന് പറയുന്ന ഒരു നാഡികൾ ഈ വേദന നമ്മൾ തലച്ചോറിൽ വേദനയായിട്ട് അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള നെർവ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അടുത്തതായിട്ട് വരുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോക്സിക്സിൻ്റെ ഇടയിലുള്ള തൊട്ട് മുന്നിലുള്ള ഒരു നാഡിയാണ് ഗാംഗ്ലോണിംബാർ. ഒരു പീനട്ട് ഷേപ്പിലുള്ള ചെറിയൊരു നാഡിയാണ് ഗാംഗ്ലോണിംബാർ. ഈ ഭാഗങ്ങളിലേക്ക് ഡയറക്റ്റ് അൾട്രാസൗണ്ട് എക്സ്റേയുടെ സഹായത്തോടു കൂടി നമുക്ക് അവിടെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ്, ആ ഭാഗങ്ങളിൽ ഞരമ്പിന് ചുറ്റും ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വേദന കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതോടുകൂടി ചില ആൾക്കാർക്ക് വേദന തീർത്തും മാറാറുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് തിരിച്ചു വരികയാണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തിട്ട് ഈ ഒരു നാഡിയെ നമുക്ക് അബ്ലേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വേദന സഹിക്കുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായും ഗുണം ചെയ്യും. താങ്ക് യു.